സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? ചരക്കു സേവന നികുതി GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 101 ഭേദഗതിയാണ്. 101 ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? മഹാനദിയാണ്. ഒഡീഷയില് മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒഡീഷയില് മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണുള്ളത്? 12 ഷെഡ്യൂളുകളാണുള്ളത്. 12 ഷെഡ്യൂളുകൾ. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. 35 വയസ്സാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലാണ്. 1951-52 കാലഘട്ടത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. അയിത്തം നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട മൗലികാവകാശം ഏത്? അയിത്തം നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട മൗലികാവകാശം സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 17 സമത്വത്തിനുള്ള അവകാശം. ലോകസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? ലോകസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാണ്. ലോകസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4A-യിലാണ്. ഭാഗം 4A-യിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 61ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ചത്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തത് റഷ്യ അല്ലെങ്കിൽ USSRൽ നിന്നുമാണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നുമാണ്. റഷ്യ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? D. ഉദയകുമാർ ആണ്. D. ഉദയകുമാർ ആണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. D. ഉദയകുമാർ. ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം, സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈ. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. GST എന്നതിന്റെ പൂർണ്ണരൂപം GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ് GST എന്നതിന്റെ പൂർണ്ണരൂപം. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO സ്ഥാപിതമായ വർഷം
യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1945 1945. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. മിഴാവ് എന്ന വാദ്യം ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന കേരളീയ കലാരൂപം ഏത്? മിഴാവ് എന്ന വാദ്യം ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരമാണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏത്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തലയാണ്. തൃശ്ശൂർ ജില്ലയിലെ വൈന്തലയാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം, വൈന്തല. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 140. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 941. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട, സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? വിവരാവകാശ നിയമം പാസാക്കിയത് 2005. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച്, അതായത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയാണ് 7ാം പട്ടിക. 7ാം പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. എത്രാമത്തെ ഭേദഗതിയാണ്? 42ാമത്തെ ഭേദഗതിയാണ്. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിരിക്കുന്നു? ഒരേ ഒരു പ്രാവശ്യമാണ്, 42ാമത്തെ ഭേദഗതി. അടുത്ത ചോദ്യം, UPIയുടെ പൂർണ്ണരൂപം? UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാണ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്, UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം, മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടത് ഏത്? കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? നീതി ആയോഗ് ആണ്. നീതി ആയോഗ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം, നീതി ആയോഗ്. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിന്റെ രചയിതാവ്? ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിന്റെ കർത്താവ് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി, വേവ് എനർജി പ്രോജക്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം പ്രോജക്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി, എക്സോസ്ഫിയർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന പർവ്വതനിര. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന പർവ്വതനിര നീലഗിരി പർവ്വതനിരകളാണ്. നീലഗിരി പർവ്വതനിരകൾ. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലാസിയ. ഓസ്റ്റിയോമലാസിയ എന്തിന്റെ അപര്യാപ്തത രോഗമാണ്? ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് ഓസ്റ്റിയോമലാസിയ. ഓസ്റ്റിയോമലാസിയ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ്.
ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B3യുടെ അപര്യാപ്തത രോഗം പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത രോഗമാണ്? ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എത്രയാണ്? നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം 7 ഗ്രാമാണ്. 7 ഗ്രാമാണ് നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം. മൗലികാവകാശമായി വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ അനുച്ഛേദം ഏത്? മൗലികാവകാശമായിട്ട് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി ഏർപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 ആണ്. അനുച്ഛേദം 21A. അനുച്ഛേദം 21A. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം 226 പ്രകാരമാണ്. അനുച്ഛേദം 226 പ്രകാരമാണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം. അപ്പോൾ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുക എന്നത് കമന്റ് ചെയ്യുക. സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുന്ന അനുച്ഛേദം ഏത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആയത്. മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാതൃഭാഷാ ദിനം. മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 21. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏത്? അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതി. സ്വർണം ലയിക്കുന്ന ലായനി ഏത്? സ്വർണം ലയിക്കുന്ന ലായനി അക്കോ റീജിയാണ്. സ്വർണം ലയിക്കുന്ന ലായനി ഏതാണ്? അക്കോ റീജിയ. ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ? ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മേത്ത. ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഫിറോസ് ഷാ മേത്ത. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകിന്റെ ഇനമാണ്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളകാണ്. അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21. ജൂൺ 21. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരമാണ്. എറണാകുളം ജില്ലയിലെ ഐരാപുരത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി? ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭരണഘടനാ ഭേദഗതിയാണ്. 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച വർഷം? കുടുംബശ്രീ പദ്ധതി 1998 മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച വർഷം 1998. എവിടെയാണ് ഉദ്ഘാടനം നടത്തിയത്? മലപ്പുറത്താണ്. അറ്റോമിക് നമ്പർ 1 മൂലകം ഏത്? അറ്റോമിക് നമ്പർ 1 മൂലകം ഹൈഡ്രജൻ. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം? ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം. PT ഉഷയുടെ ആത്മകഥയുടെ പേര്? PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല? ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല.
മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വലനം അഥവാ ഫോൾഡിംഗ് എന്നതാണ്. വലനം അഥവാ ഫോൾഡിംഗ് എന്ന പ്രക്രിയ മൂലമാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ബോംഡില ചുരമാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും വലിയ നദി? കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും വലുത് ഏതാണ്? കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ചെറിയ നദി പാമ്പാറാണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? മലനാട് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരമാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? 1863. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം? പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത് 1865ലാണ്. 1865ലാണ് പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? H.C. മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ്? ഉത്തരമഹാസമതലമാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം. ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്? പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം ആരെക്കുറിച്ചുള്ളതാണ്? ഫൂലൻ ദേവിയെക്കുറിച്ചുള്ളതാണ്. തയ്യാറാക്കിയത് ആരാണ്? മാലാസെൻ ആണ്. ഫൂലൻ ദേവിയെക്കുറിച്ച് മാലാസെൻ തയ്യാറാക്കിയ ഗ്രന്ഥമാണ് പണ്ഡിറ്റ് ക്യൂൻ. P.K. കാളൻ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? P.K. കാളൻ ഗദ്ദിക കലാകാരനാണ്. P.K. കാളൻ ഗദ്ദിക കലാകാരൻ. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കപില എന്നറിയപ്പെടുന്ന നദി കബനി നദിയാണ്. കപില എന്നറിയപ്പെടുന്നത് കബനി നദി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 23. സിറോഫ് താൽമി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ് താൽമി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. വിറ്റാമിൻ എ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷം? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നീക്കം ചെയ്തത് 1978. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി നദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി നദി. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് പി.ടി. ഉഷ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965. 1965. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആരാണ്? കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്.
എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത് പീഠഭൂമിയാണ്. പീഠഭൂമി. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? ബുദ്ധമയൂരി. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. 8. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്നത് എവറസ്റ്റിനാണ്. എവറസ്റ്റ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്നത് പുനർഹിമായാനം എന്ന പ്രതിഭാസമാണ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്നത്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് ഓറിയോൺ ആണ്. ഓറിയോൺ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത് 2012 2012. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി. മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ നിർണായക യുദ്ധം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യവും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. പരാജയപ്പെട്ടത് ഡച്ചുകാർ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ ആകെ എണ്ണം എത്രയാണ്? കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ ആകെ എണ്ണം 44 ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികൾ, കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ നൃത്തരൂപമാണ്? ഭരതനാട്യം തമിഴ്നാട്ടിലെ ശാസ്ത്രീയ നൃത്തരൂപമാണ്. തമിഴ്നാട്. ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ ദിനം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ചത്? 2023 ആണ്. ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്? 2023. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായ വർഷം. ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത് 1950 1950 മാർച്ച് 15. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.